നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ഹെയർ ബാൻഡ് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഇഷമോൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. അപ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളത്, അതായത് നമ്മുടെ ഓണറിൻ്റെ വീട്ടിൽ കേട്ടോ. അവളുടെ കുട്ടിക്ക് മേടിച്ചപ്പോൾ ഇഷമോൾക്കും കൂടി ഒരെണ്ണം മേടിച്ചാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു ഹെയർ ബാൻഡ് ആയിരുന്നു. ഹോർ ബാൻഡ് എന്ന് പറയുന്നത് ഹെയർ ബാൻഡ് ആയിരുന്നു. അതതിൻ്റെ മുകളിൽ പേരിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഇഷമോളിനൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇഷമോൾക്ക് സ്കൂളിൽ പോകാൻ കാരണം നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അന്ന് ശനിയാഴ്ച ദിവസം ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹെയർ ബാൻഡ് പുതിയത് കിട്ടിയ കാരണം അത് വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടും കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഒന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വടക്കാഞ്ചേരി പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി ഹെൽമെറ്റ് എടുക്കുക കേട്ടോ. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് തപ്പണത് വേറെ ഒന്നുമല്ല, വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടോ. അപ്പോൾ ഞാൻ ഇന്നാളെ ഒരു 50 രൂപ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഓർമ്മ ഇല്ല കേട്ടോ, 50 രൂപ ഹെൽമെറ്റിൽ വെച്ചിട്ടുള്ളത്. അത് ഇപ്പോഴെടുത്തപ്പോൾ അതിങ്ങോട്ട് ചാടി. അപ്പോൾ അത് കുഞ്ഞു നേരെ ചാടിയിട്ട് പോയത് പിന്നെ കുഞ്ഞുവിൻ്റെ പോക്കറ്റിലായിരുന്നു. അപ്പോൾ ഹെൽമെറ്റ് എടുത്തിട്ട് നോക്കണത് എങ്ങനെയാണ്, കൈ ഇട്ടിട്ടാണ് നോക്കണത്. കൈ ഇട്ടിട്ടാണ് അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കണത്. അതന്നെ വിഡ്ഢിത്തരാണ്. എന്തെങ്കിലും ചുരുണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പാമ്പ് അല്ലെങ്കിലോ പഴുതാരേ തേളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും മതി, വല്ല ഒരു പല്ലി ഉണ്ടായാലും മതി. എനിക്ക് പേടിയാട്ടോ ആ വക സംഭവത്തിനൊക്കെ. അപ്പോൾ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ കൂടെ കരിക്കുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയാട്ടോ. പിന്നെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പാമ്പിനൊക്കെ ഞാൻ കൊന്നിട്ടൊക്കെ ഉണ്ട്. വാഴാനിലൊക്കെ വെച്ചിട്ട് ഞാൻ പാമ്പിനൊക്കെ കൊന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ അകത്തൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ നമുക്കൊരു ധൈര്യം വരും, കുട്ടികളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അപ്പോൾ നമുക്കൊരു ധൈര്യം ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളതിനെ കൊല്ലും. അങ്ങനെ ഒരു പ്രാവശ്യം കൊന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരും ഹെൽമെറ്റൊക്കെ വയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. പാമ്പ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഉള്ളിലായിട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വടക്കാഞ്ചേരിക്ക് പോവുകയാണ്. വടക്കാഞ്ചേരിക്ക് പോണത് എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ട് കൂടെ. നമ്മൾ വണ്ടിയിലാണ് പോണത്. കുഞ്ഞു ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് ഉച്ച വരെ പോയിട്ടുള്ളൂ കേട്ടോ. ഉച്ച വരെ പോയിട്ടുള്ളൂ. സ്കൂൾ 4 മണി വരെ ഉണ്ടായിരുന്നു, കറക്റ്റ് 3:30 വരെ ഉണ്ടായിരുന്നു. പക്ഷെ അവന് അക്ഷയയിലേക്കൊക്കെ ഒന്ന് പോകാണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളാകെ കുഴഞ്ഞും പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അവൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അവൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് തെറ്റ്, ആധാറിൽ വേറെ തെറ്റ്, അങ്ങനെ ഒരെണ്ണത്തിൽ ഇനീഷ്യലില്ല, അങ്ങനെ ഓരോ സംഭവത്തിലായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിനി 10ാം ക്ലാസ്സിലേക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു ടീച്ചർ. അപ്പോൾ അത് ഇപ്പോഴേ റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയമാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ റേഷിക്കൊപ്പം എന്തായാലും നാട്ടിലുണ്ടല്ലോ, അപ്പോൾ ഇതിനൊക്കെ ഞാനിനി ഓടണ്ടല്ലോ വിചാരിച്ചിട്ട് ആളതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയേക്കുന്നു. അപ്പോൾ അവൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് അവനെയും കൂട്ടിയിട്ടാണ് അതിനൊക്കെ പോയത് കേട്ടോ. അതുകൊണ്ട് അവന് ഉച്ചവരെ പോയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൻ വന്നപ്പോൾ ഞാൻ വടക്കാഞ്ചേരി പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ എൻ്റെ പിന്നാലെ തൂങ്ങിയിട്ട്, അവന് 4 മണിക്ക് മദ്രസ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ 2 മണിക്ക് തന്നെ എന്നെ കുത്തി കൊണ്ടുപോയിട്ടാണ്. എന്നാലും 4 മണിയാകുമ്പോഴേക്കും മദ്രസയിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അവന് വേറെ ഒന്നുമില്ല, ഈ സംഭവം കൊട്ടയും പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഉള്ളിൽ കൂടെ നടക്കുന്നത് കണ്ടത് മുഴുവൻ കൊട്ടയിട്ട് കാര്യമാവും. അതിന് വേണ്ടിയിട്ടാണ് പിന്നാലെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് സഞ്ചി എടുക്കുമ്പോഴാണ് ഞാൻ ഓരോ സാധനങ്ങൾ. അപ്പോൾ അവൻ്റെ പറഞ്ഞു ഉമ്മയ്ക്ക് പോയിട്ട് പച്ചക്കറി മേടിച്ചു ബില്ല് ഞാൻ അടിക്കുന്നോട് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ ആ സാധനങ്ങൾ കാണുമല്ലോ. അപ്പോൾ ബില്ലൊക്കെ അടിച്ച് ഞാൻ വരുമ്പോഴേക്കും ബില്ലൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പച്ചക്കറിയുടെ ബില്ലും അവിടെ തന്നെ കൊടുക്കട്ടെ. അപ്പോഴാണ് വീട്ടിൽ വന്ന് ഓരോന്നിങ്ങനെ സാധനങ്ങൾ സെഞ്ചി നിൽക്കുമ്പോഴാണ് ഓരോ സാധനങ്ങളും നമ്മൾ കാണുന്നത് കേട്ടോ. ഇപ്പോഴല്ലേ മനസ്സിലായത് അവൻ്റെ സൂത്രം. നമ്മൾ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ, വളരെ കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് വന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ പിന്നെ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിവരമില്ല ഗ്യാസിൻ്റെ. ഉമ്മയുടെ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ വല്ല മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഒന്ന് പോയതാട്ടോ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഇന്നലെ ഒരു മഴയൊന്നും ഇല്ലാത്ത ദിവസമല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് കളിച്ചു കേട്ടോ പുറത്ത് നിന്നിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് കുപ്പിയിലും പാത്രത്തിലൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അവന് വട്ടച്ചേർത്ത്, പിന്നെ നെയ്യൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ വാങ്ങിക്കണം. എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ പൈസ ഇത്തിരി കുറവാണ്. അപ്പോൾ ഞാൻ എന്തായാലും സാധനങ്ങൾ ഫുൾ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളതിന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ വീട്ടിൽ എന്തായാലും നമുക്ക് വേണമല്ലോ. അപ്പോൾ റേഷിക്കാർക്ക് പറയാമല്ലോ, റേഷിക്കാർക്ക് ഇപ്പോൾ നാട്ടിലല്ലേ ആള്. അവിടുന്ന് വരുമ്പോൾ അവിടുന്ന് പൈസ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ കഥയാണ്. അവിടുത്തെ കഫീലിൻ്റെ അടുത്ത് ആദ്യം നിന്നിരുന്ന ഒരു ഡ്രൈവർ ഉണ്ട് അത്രേ. ആൾക്ക് പൈസ ഒക്കെ കൊടുത്തപ്പോൾ ആള് തിരിച്ച് ഗൾഫിലേക്ക് ചെന്നില്ല.
അപ്പോൾ പിന്നെ ആ ഒരു കണ്ണോണ്ട് തന്നെയല്ലേ പിന്നെ എല്ലാവരെയും കാണുള്ളൂ. അപ്പോൾ ആൾക്കൊരു പേടി, ഈ ഋഷിക്കും പൈസ ഒക്കെ മേടിച്ചിട്ട് മുങ്ങി കഴിഞ്ഞാൽ തിരിച്ച് ചെന്നില്ലെങ്കിലോ എന്നൊരു പേടിയിട്ട്. അത് കാരണം ആൾക്ക് വരുമ്പോൾ പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെ നമുക്ക് അതുകൊണ്ട് ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ഫുള്ള് കഴിയാൻ നിൽക്കണ്ട വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അതിൽ ഇട്ടു വിട്ടു. അതായത് മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്കും കഴിക്കും. അപ്പോൾ കുറച്ച് പയറുവർഗ്ഗങ്ങൾ ഒക്കെ മേടിച്ചു. അതായത് കടല, പരിപ്പ്, മുതിര അങ്ങനെയുള്ളതൊക്കെ മേടിച്ചു. ഉഴുന്നൊക്കെ മേടിച്ചു. അപ്പം ഇനി ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ തോന്നുന്നതൊക്കെ എന്തിനാ വീഡിയോയിൽ പറയുന്നത്, എന്താ അതിൻ്റെ ആവശ്യം എന്നൊക്കെ തോന്നും. ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോഴും നമുക്ക് ചിലപ്പോൾ കമൻ്റൊക്കെ വരാറുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് പോയിക്കൂടെ, കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകളൊക്കെ വരാറുണ്ട്. അതുകൊണ്ടൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പറയിക്ക് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി കുറച്ച് മേടിച്ചു, കുറച്ച് ചായയില, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടു. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് കുപ്പിയും പാത്രത്തിലൊക്കെ ഇട്ട് കുപ്പിയും പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ഭയങ്കര സന്തോഷമല്ലേ. അത് വീട്ടിലത്തെ വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടാവും. നമ്മുടെ അടുക്കളയിൽ ഫുള്ള് സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ നിറഞ്ഞത് എടുക്കാമെന്നൊരു തോന്നൂല അല്ലേ, അങ്ങനെയാണ്. പിന്നെ എല്ലാം ഇട്ട് വെച്ചു. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിള്ളേർ ഓരോന്നോരോന്നായിട്ട് അലമാരയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കവറുകളൊക്കെ നമ്മളൊരു ചാക്കിലാക്കി വെക്കും. അപ്പോൾ ചേച്ചിമാർ വന്നിട്ട് കൊണ്ടുപോകും കവറൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാം ആക്കി വെച്ച് അലമാര അടച്ചു. ഇനി നമുക്ക് മുളകും മല്ലിയൊക്കെ പൊടിപ്പിക്കാണ്ട്, അതിന് പിന്നെ ഒരു ദിവസം പോകണം. അപ്പോൾ അതൊക്കെ ഇന്നലത്തെ വിശേഷങ്ങളായിരുന്നു. ഇതിപ്പോൾ ഇന്നത്തെ വിശേഷം കേട്ടോ. ഇന്ന് രാവിലെ നമുക്ക് ഗ്രീൻ പീസ് കറിയായിരുന്നു. നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ നമുക്ക് ഇന്ന് ചായക്ക് കടിയുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് കറി ഞാൻ എങ്ങനെ വെക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം ഗ്രീൻ പീസ് കറി എങ്ങനെ വെക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയും. പക്ഷെ ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് കുതിർത്തിയത് കേട്ടോ. ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർത്തിയത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി കേട്ടോ. മുളക് പൊടി ചേർക്കില്ല ഞാൻ, മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് മൂടി അടുപ്പത്ത് വയ്ക്കുക കേട്ടോ. അതൊരു 5-6 വിസിലൊക്കെ വരണം കേട്ടോ. എൻ്റെ കുക്കറിലിട്ട കണക്കാണ് ഞാൻ പറയണത്. ഞാനൊരു 6-7 വിസിൽ എന്തായാലും വരുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓഫാക്കിയത് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമുക്ക് ഇനി അരിഞ്ഞു വയ്ക്കാം. എനിക്ക് രാവിലെ എണിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് അരിയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് സവോള അരിയാൻ വലിയ ഇഷ്ടമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണ് നീറുള്ളൂ, അപ്പോൾ എല്ലാം മൂടും പോകും. അല്ലാണ്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ചുരുണ്ട് മടങ്ങിയിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് അരിയാനൊക്കെ ഇഷ്ടം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഒരു തണുപ്പല്ലേ. അപ്പോൾ സവോളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു. പിന്നെ പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ. വലിയ തക്കാളി നോക്കിയെടുത്തതാണ്. പക്ഷേ അത് അരിഞ്ഞു വന്നപ്പോൾ തോനെയായി. അപ്പോൾ ഞാൻ കുറച്ച് അവിടെ മാറ്റി വെച്ചു കേട്ടോ. അത്ര ഒന്നും വേണ്ട തോന്നി. തക്കാളി അരിഞ്ഞു. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഞാൻ ചതച്ചിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഓറലിൽ മേടിക്കുന്നത് ഞാൻ ഒരു വട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാരും വാങ്ങിക്കണ്ട കേട്ടോ. ഇത് പൊട്ടയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുത്തുമ്പോൾ അതിൻ്റെ ഓറലിൽ നിന്ന് ഒക്കെ തെറിച്ച് പോവുള്ളൂ. ഈ കട്ടിംഗ് ബോർഡ് മറ്റിട്ട് കുത്തുമ്പോൾ പിന്നെയും തെറിക്കണമൊന്നുമില്ല. ഇഞ്ചി ആണെങ്കിലും ഒക്കെ ഇത് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കുത്തുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. അല്ലാണ്ട് ഇതിൻ്റെ ഈ സംഭവത്തിൽ തന്നെ ഇട്ട് കുത്തുമ്പോൾ ഒക്കെ തെറിച്ച് പോവാണ്. നമുക്ക് കല്ലിൻ്റെ തന്നെ കേട്ടോ നല്ലത്, ഏറ്റവും നല്ലത് കല്ലിൻ്റെയാണ്. അതാവുമ്പോൾ നമുക്ക് ഇടിക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ മുളക് പൊടി ചേർക്കില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് ആ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയില്ല, മല്ലിയിലയില്ല. ഇന്നലെ കടയ്ക്ക് പോയതാണ്, 2 വാങ്ങിക്കാൻ മറന്നിട്ട്. അല്ലെങ്കിൽ ഞാൻ ചേച്ചിനോട് ചോദിക്കാറുണ്ട് കറിവേപ്പില വേണ്ടടി ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്നലെ ചേച്ചി ചോദിച്ചില്ല, ഞാനായിട്ട് പറഞ്ഞില്ല, അത് മറന്നു പോയിട്ടാ. എനിക്കാണെങ്കിൽ എന്ത് കറി ഉണ്ടാക്കുമ്പോഴേക്കും അതിലൊരു ലേശേങ്കിലും കറിവേപ്പില ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കറി വെക്കണത് തന്നെ ഇഷ്ടമല്ല കറിവേപ്പില ഇല്ലാണ്ട്. അപ്പോൾ റേഷിക്കാണെങ്കിൽ എന്താ പറയുക നൂൽപുട്ടിന് ചുറ്റിയായിരുന്നത് കേട്ടോ. നമ്മുടെ സേവനാഴി വെച്ചിട്ട് ഇങ്ങനെ കറക്കി തരുന്നത് റേഷിക്കയാണ്. അപ്പോൾ ഞാൻ കറി വെക്കുന്നുണ്ട്, റേഷിക്ക അവിടെ നിന്നിട്ട് ഇങ്ങനെ സംഭവം കറക്കി തന്നിട്ട് എല്ലാം സെറ്റാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ കറി വയ്ക്കുകയെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ചെറുതാക്കിയിട്ട് അരിഞ്ഞ സവോളയും പച്ചമുളകും നന്നായിട്ട് വഴറ്റുക. സവോള നന്നായിട്ട് ബ്രൗൺ കളർ ആവണം, ഏകദേശം ഒരു ബ്രൗൺ കളർ ഇട്ടാൽ കളർ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റുക. വഴറ്റി കഴിഞ്ഞിട്ട് പച്ചമുളക് ഉൾപ്പെടണം കേട്ടോ. വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ചെറിയ തീയിലിട്ടിട്ട് മൂടി വയ്ക്കുക. അതിൻ്റെ എന്താ പറയുക അത് കുഴഞ്ഞ് അത് വെന്ത് ഉടഞ്ഞ് വരണം തക്കാളി. അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർക്കില്ല, മഞ്ഞൾപ്പൊടിയും പിന്നെ 2-3 വട്ടം പറഞ്ഞിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ചേർക്കില്ല എന്ന്.
എന്താ പറയുക, മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർത്തോ. ഞങ്ങൾക്ക് ഇവിടെ ഇത് പാകത്തിന് എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൊടുക്കുക, ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാളികേരം, ഒരു അരമുറി നാളികേരം നമ്മൾ ചിരകി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരക്കണേൽ നമ്മൾ പെരുംജീരകം മാത്രം ഇട്ടിട്ടാണ് അരച്ചേക്കണത്. പെരുംജീരകവും നാളികേരവും മാത്രം ഇട്ടിട്ട് അരച്ച് വെച്ചേക്കണത്. അതും കൂടിയും അതിൽ അരച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി തയ്യാർ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഞാൻ ഗ്യാരണ്ടി. ഇന്ന് നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയും വെച്ചപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാനൊരു 5-6 നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെ എൻ്റെ ഉമ്മാക്കും കൊടുത്തയച്ചു. എൻ്റെ കുഞ്ഞിക്കാടെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട്. അവിടെ ഉമ്മ ഉണ്ടാക്കില്ല, അവിടെ ഉമ്മയാണ് ചായക്കൊക്കെ കടി ഉണ്ടാക്കുക. അപ്പോൾ ഉമ്മാക്ക് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാക്ക് ഭയങ്കര ഒരു വലിയ പണി പോലെയാണ് ഉമ്മാക്ക് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് അത് തിരിക്കാനൊന്നും പറ്റില്ല. ഉമ്മയുടെ കയ്യുമ്പോൾ പാമ്പ് കടിച്ചിട്ടുണ്ട് ഒരു വട്ടി. അപ്പോൾ ആ വിരലിൽ ഉമ്മാക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ അത് തിരിക്കാനൊന്നും ഉമ്മാക്ക് അറിയില്ല. അപ്പം ഞാനിവിടുന്ന് നൂൽപുട്ടൊക്കെ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ദിവസം ഞാൻ കൊടുത്തേക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ഇശമോൾക്ക് ഞാൻ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ ഈ ഒരു കമ്മലും. നല്ല ഭംഗിയുണ്ടായിരുന്നു കമ്മല്. പിന്നെ ഇത് സ്കൂളിലേക്ക് സ്ഥിരമായിട്ട് ഇട്ടിട്ട് പോകാനുള്ള ഒരു റിങ് പോലത്തെ കമ്മലിട്ടാ. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ്, സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ അപ്പോൾ വാങ്ങിച്ചതാട്ടോ. പിന്നെ ഒരു വള, നമ്മുടെ റിപ്പബ്ലിക് ദിനം ആവാറായില്ലേ, അപ്പോൾ ഈ ഒരു വളയും വാങ്ങിച്ചു. ഇനി എന്തിനായിട്ട് പോകണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ വേറൊരു വളയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മുത്തുമാല, പിന്നെ ഒരു മുത്തു, ഒരു സംഭവം കേട്ടോ. വിശേഷങ്ങൾ അപ്പോൾ നല്ല തരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.